എന്താ ചെയ്യുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം. അതെ, ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ്. ശരി, രണ്ട് സ്ട്രീംസ് ആയിരുന്നു രണ്ടുപേരും. രണ്ട് സ്ട്രീംസ് ആയിരുന്നു. ഞങ്ങള് ഇപ്പൊ ഈ ചോദ്യം എങ്ങോട്ടാണ് പോകുന്നത്? അതായത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരു 10th ശേഷം +1 +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് തുടങ്ങിയ പരിചയമാണ്. ഇരിഞ്ഞാലക്കുടയാണ്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു 2 കിലോമീറ്ററിന്റെ ഒക്കെ വ്യത്യാസം. അങ്ങനെ പിന്നെ എഞ്ചിനീയറിംഗിന് ഞാൻ ചേർന്നു. ഇവിടെ റിപ്പീറ്റ് ചെയ്തു. അല്ല, അത് കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ ഞാനാണ് ഇവൾക്ക് അതിന്റെ അവിടെ അഡ്മിഷൻ എടുത്ത്. അങ്ങനെ പിന്നെ വീട്ടിലും വലിയ കലാപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 5-10 വർഷം നിർമ്മിച്ചിട്ടുണ്ട്. അത് അടുത്തത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അത് ഇതിഹാസ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ബിനു. അപ്പോൾ ആ ടീം തന്നെയാണ്, ഓൾമോസ്റ്റ് ആ ടീം തന്നെയാണ്. അതിൽ ഉണ്ണി മുകുന്ദനാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്, ഞാനതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അടുത്തൊരു സാധനം ട്രൈ ചെയ്യാണ്. അതായത് മേക്ക് ഓവറിന്റെ അല്ല, ഞാൻ ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പടത്തിൽ ഫൈറ്റ് ഉണ്ട്. അപ്പൊ അത് ഒരു കൈ നോക്കാം. ഇഷ്ടമാണ് കാണാൻ, എളുപ്പമല്ല അത് ചെയ്യാനായിട്ട്. ഇപ്പൊ എല്ലാവരും പറയും ഒരു ഫൈറ്റ് കഴിയുമ്പോൾ അത് റോപ്പാണ്, അത് കമ്പ്യൂട്ടറാണെന്നൊക്കെ പറയും. പക്ഷെ കമ്പ്യൂട്ടർ റോപ്പൊന്നും ഫൈറ്റ് ചെയ്യൂല, നമ്മൾ ചെയ്താൽ അതിനെ എൻഹാൻസ് ചെയ്യാം. ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞല്ലേ, ഇപ്പം സപ്പോസ് ഡ്യൂപ്പ് ഇല്ലാതെ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യോ? ഞാൻ ഡ്യൂപ്പ് ഇല്ലാതെ ചെയ്തേക്കണ്. ഇപ്പൊ ഫൈറ്റ് ആദ്യമായിട്ടാ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഭാഗ്യകാരിയല്ല ചോദിച്ചത്. അല്ല, ഞാൻ ഡ്യൂപ്പില്ലാതെയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. എനിക്ക് ഡ്യൂപ്പില്ലാതെ ചെയ്യാനാണ് ഇഷ്ടം. നമ്മുടെയൊക്കെ റോൾ മോഡലല്ലേ ജയ. എനിക്കിപ്പോ ഇപ്പൊ 7th എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിൽ 7th ക്ലൈമാക്സിൽ ഞാൻ മറ്റേ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും വെള്ളച്ചാട്ടത്തിലൊന്നും അല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ CG ചെയ്യണമെങ്കിൽ അവർക്ക് പ്ലേറ്റ്സ് എടുക്കണം, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണ്ട. ഞാനപ്പോൾ കുറച്ച് ഹൈറ്റ് എന്തെങ്കിലും ചാടണ്ടേ. അങ്ങനെ ഒരു 10-15 അടി ഹൈറ്റുള്ള ഒരു പാറയുടെ മുകളിൽ താഴത്ത് ബെഡ് ഉണ്ടായിരുന്നു. ഒരു 2-3 ബെഡ് കനത്തിലിട്ടിട്ടാണ്. ഒരു പ്രാവശ്യം ചാടി, 2 പ്രാവശ്യം ചാടി, അങ്ങനെ ഒരു 12 പ്രാവശ്യം ചാടി. പല ആംഗിളിൽ നിന്ന് എടുക്കണം. അല്ല, പല ആംഗിളിൽ നിന്ന് എടുക്കണം. പിന്നെ ജിപ്പ് ഷോട്ടിന് പിന്നെ എന്തായാലും റീടേക്സ് ജീവിതത്തിൽ ഇങ്ങനെ ചാടി കാണൂലല്ലേ. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ടേക്കിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ടേക്ക് കഴിഞ്ഞിട്ട് വെറുതെ ഒരു പ്രാവശ്യം കൂടെ ചുമ്മാ ചാടിയാലും വെച്ചിട്ട് എനിക്ക് ചാടാൻ പറ്റില്ല. ഒരു ഹീറോ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ആന്റി ഹീറോ ആണോ? ഏത് ടൈപ്പ് ഓഫ് റോൾ കൂടുതൽ ഇഷ്ടം? നാച്ചുറൽ പെട്ടെന്ന് വരുന്ന നമുക്കൊരു ഹീറോ ആയിരിക്കും. എന്നാലും ഞാൻ പക്ഷെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ സിനിമയിൽ വന്നത് അമിതാഭ് ബച്ചൻ ആവാനല്ല, നസ്രുദ്ദീൻ ഷാ ആവാനാണ്. എങ്കിൽ കൂടി നസ്രുദ്ദീൻ ഷാ അമിതാഭ് ബച്ചൻ ചെയ്തത്ര സിനിമകൾ ചെയ്തിട്ടില്ല. എനിക്ക് അമിതാഭ് ബച്ചൻ ചെയ്തത്ര സിനിമകൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പഠിച്ചതൊക്കെ എഞ്ചിനീയറിംഗ്, why you didn't go with that? പണി അറിയില്ലായിരുന്നു. പിന്നെ പഠിക്കാൻ പോയത് ഞാൻ ചോദിക്കുന്നു, പിന്നെ എന്നാ പഠിക്കാൻ പോയെന്ന് ചോദിക്കുവേ. അതായത് 10th ക്ലാസ് കഴിഞ്ഞു, +2 എന്റെ ചേട്ടൻ സയൻസ് എടുത്തു, ഞാനും സയൻസ് എടുത്തു. ചേട്ടന്റെ അത് കഴിഞ്ഞ് അപ്പൊ എനിക്ക് ഈസി ആയിരുന്നു, ചേട്ടനെ ഫോളോ ചെയ്ത് പിന്നാലെ പോയാൽ മതി. അപ്പൊ കുറ്റം പറയില്ലല്ലോ ആരും. അപ്പൊ അന്നൊക്കെ അങ്ങനെയായിരുന്നു ജീവിതം. ഇപ്പൊ എന്താ പറയാ, എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗിന്റെ ജോലി ഒന്നും എനിക്കറിയില്ല. ചേട്ടൻ എഞ്ചിനീയറിംഗ് എടുത്തു, അതും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്തു, ഞാനും അത് തന്നെ എടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എഞ്ചിനീയറിംഗ് കഴിയുന്നവരെ സത്യമായിട്ടും അറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും അറിയില്ല ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികളോട് ഇത് തന്നെ പറയേണ്ടി വരുമോ? അവർക്കും അറിയില്ല. അതായത് ഞാൻ അപ്പോഴും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമാണെങ്കിലും ആഗ്രഹമല്ല, എന്നൊരു സ്വപ്നം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാര്യം എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ സിനിമയിലേക്ക് വന്നു കയറുന്നത്, അതൊരു ബാക്കപ്പും ഇല്ലാതെ? അത് പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. ശ്രമിച്ചു നോക്കിയപ്പോഴാണ് പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കയറിയതിന് ശേഷമാണ് അവിടുത്തെ എന്താണ് ജോലി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയായിരിക്കും ജോലി എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ പഠിക്കുന്നത്. ഇല്ല, ഞാൻ വർക്ക് എനിക്ക് കല്യാണത്തിന് മുമ്പ് വരെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പോവാൻ മടി. അങ്ങനെ ഞാൻ പറഞ്ഞു പോകണ്ട. പ്രോത്സാഹിക്കാൻ ഒരു ഹസ്ബൻഡ് ഉള്ളപ്പോ നമ്മൾ പിന്നെ എന്നത്തിനല്ലേ മെനക്കിടന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിക്കുക. എന്റെ അടുത്ത് ആരെങ്കിലും പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം. എന്നോട് പറയാറുണ്ട്, നീ കുറച്ച് കഴിയുമ്പോ നീ ജോലിക്ക് പോ, ഞാൻ വീട്ടിൽ കിടന്ന് തുടങ്ങാം, അത്രയും സുഖമായിട്ടിരിക്കാലോ. ഞാനൊക്കെ പറയാറുണ്ട്, നീ എന്തൊരു ഭാഗ്യവതിയാണ്. നേരെ മറിച്ച് ഞാനായിരുന്നെങ്കിൽ ഞാൻ സുഖമായിട്ട് ഭക്ഷണവും കഴിച്ച് സിനിമയും കണ്ട് വീട്ടിലിടുക. ഇപ്പൊ ഈ സിനിമാഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ആയിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോയേനെ. ദിവസം രാവിലെ എഴുന്നേറ്റ്
ചെയ്ത് പണി തന്നെ പിന്നെയും പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അധികം ദിവസവും ആ ജോലിക്ക് പോകും തോന്നുന്നില്ല അല്ലേ? ഇല്ല, ആ ക്യാരക്ടർ സിനിമയാണെങ്കിൽ സിനിമയ്ക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ഓരോ ദിവസം നമ്മൾ ഓരോ സ്ഥലത്തേക്കാണ് പോകുന്നത്. ചിലപ്പോൾ ഒരു മാസം നമ്മൾ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അടുത്ത മാസം വേറൊരു ക്യാരക്ടറാണ്. ബോറടിക്കില്ല. ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഞാൻ കുറേ ട്രാവൽ ഈ പറച്ചില്ല എനിക്ക് മനസ്സിലായത്. ഒരിടത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഇഷ്ടമല്ല, ഇങ്ങനെ ട്രാവൽ ചെയ്ത്. ഈ ട്രാവലിങ്ങിന് ഇഷ്ടമായിട്ടാണോ അതോ ഈ പ്രകൃതി ഒക്കെ ആസ്വദിച്ചാണോ പോകുന്നത്? എനിക്ക് ട്രാവലിംഗ് ഈ പോകുന്ന യാത്രയുണ്ടല്ലോ, യാത്രയേക്കാളും ഇഷ്ടം പുതിയൊരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങുന്നതാണ്. യാത്രയിൽ ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയെന്ന് വരാം, ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചിരുന്നു പുസ്തകം വായിച്ചിരുന്നെന്ന് വരാം. പക്ഷെ ഒരു സ്ഥലത്തെത്തി അവിടുത്തെ കാഴ്ചയൊക്കെ ആസ്വദിക്കുക. അല്ലെങ്കിൽ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഒരു തവണ ഉത്തരാഖണ്ഡിലൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാനിപ്പോൾ ബസ്സിൽ ഞങ്ങൾ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിൽ നമ്മൾ ഈ ഹെയർ പിൻ ഇറങ്ങി വരുമ്പോൾ കാണാം ഒരു സ്ക്വയർ, ഒരു സ്വിമ്മിംഗ് പൂൾ പോലൊരു സ്ഥലം. നാച്ചുറലാണ്, മാൻമേഡ് അല്ല. അത് ബസ്സിൽ വെച്ച് കാണുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബസ് ഇറങ്ങി ഞങ്ങൾ ഈ വഴി കണ്ടുപിടിച്ച് ഞങ്ങളങ്ങോട്ട് പോയി. അവിടെ എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, കുറേ പാറക്കൂട്ടങ്ങളുടെ നടുക്കൊരു വലിയ പാറയുടെ ഫ്രണ്ടിലാണ് ഈ സ്വിമ്മിംഗ് പൂളുള്ള സ്ഥലം. അപ്പം ഞാൻ ചെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ എന്നിട്ട് അതിലേക്ക് എടുത്ത് ചാടി ആ വെള്ളത്തിലേക്ക്. പക്ഷെ അത് ക്വിക്ക് സാൻഡ് ആയിരുന്നു. ക്വിക്ക് സാൻഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ക്വിക്ക് സാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ട്. ക്വിക്ക് സാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തരിമണലാണ്, നമ്മുടെ കാലൊക്കെ കുഴിഞ്ഞു പോകും. എനിക്ക് ചാടി എൻ്റെ മുട്ടൂരകത്തേക്ക് പോയപ്പോൾ തന്നെ മനസ്സിലായി അങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്നല്ല, നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വെള്ളത്തിലേക്ക് പോകും. ഞാൻ ചവിട്ടി വഴിക്ക് കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് കുടഞ്ഞങ്ങോട്ട് കയറി. പക്ഷേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗംഗയിൽ കുളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ ഉത്തരാഖണ്ഡിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് ട്രാവൽ ചെയ്താലും നമ്മുടെ ഒരു സൈഡിൽ ഗംഗയുണ്ടാവും. ഞാൻ റാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് ഗംഗയിൽ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ടോവിനോ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തൊരു കാര്യം ഇപ്പൊ ഇതുവരെ വർത്താനം പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല. പാട്ട് പാടും? ഇല്ല, ഞാൻ പാട്ട് പാടും, അത് എനിക്ക് വേണ്ടി മാത്രം. ഭാര്യയ്ക്ക് വേണ്ടി പാടുന്നില്ലേ? പാടിയിട്ടുണ്ട്, നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയതാ. വേണ്ട, പാടണ്ട, ഞാൻ അതിലും ഭേദം റേഡിയോയോ അല്ല വേറെ വല്ല പാട്ടും കേട്ടോളാം. അല്ല, എന്താ അറിയോ, നമുക്ക് ഉള്ളൊരു വില കളയരുതല്ലോ. ഞാൻ ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പാടാറൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഞാൻ പാടാറുണ്ട്. പക്ഷെ ഒരു ക്രൗഡിന്റെ മുമ്പിലൊക്കെ പാടുമ്പോൾ എന്ന് വെച്ചാൽ അറിയാത്തൊരു പണി വെറുതെ ചെയ്യരുത്. അതാണ് എൻ്റെ ഒരു, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നമുക്ക് ഇങ്ങനെ ടോവിനോനെ പോലെ എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചിറങ്ങിയത്, ഇപ്പൊ പഠിച്ചതൊന്നും അല്ല പാടിയത്. ഇപ്പൊ മോക്ക് വേറെ എന്നതേലും കലാപരമായിട്ട് വല്ല? അങ്ങനെ പാട്ട് ആസ്വദിക്കും, കവിതകൾ ഇഷ്ടമാണ്, കേൾക്കാറുണ്ടോ? പണ്ട് എഴുതാറൊക്കെ ഉണ്ട്. ഇപ്പൊ എഴുതുന്നില്ല, ഞാൻ പറയുന്നുണ്ട് എഴുതാൻ പറയുന്നുണ്ട്, പക്ഷെ എഴുതുന്നില്ല. ആ കഴിവ് കിട്ടാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം. ഇപ്പൊ ഞാനും മടിയെത്തിയായി. ടോവിനോട് കൂടിയതിന് ശേഷമാണോ? അല്ല, പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഞാൻ ചോദിച്ച പ്രോത്സാഹനം കൂടെ കൂടിയതിന് ശേഷം മടി വന്നത് പ്രോത്സാഹനം. ഞാനും കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇവള് സമ്മതിച്ചു. ദൈവം സഹായിച്ച ഇവള് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, അത് പറയുന്നത് ദൈവം സഹായിച്ച ഇവള് മാത്രമേ അത് കേട്ടിട്ടുള്ളൂ. എനിക്ക് അതിലെ വരികളൊന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കത്തുകൾ എഴുതി പ്രേമിച്ചിട്ടുള്ള ആളാണ്. ഇല്ലല്ല, ഞങ്ങള് കത്തുകൾ എഴുതി പ്രേമിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ കത്തുകളൊക്കെ എഴുതിക്കണ്ട. അപ്പൊ അതില് കൊടുത്തുവിടും. അതിന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുള്ള കത്തുകളിലാണ് ഞാൻ ഈ പറയുന്ന കവിതാ ശകലങ്ങൾ ഉള്ളത്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അതാ ഞാൻ പറയുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് നമ്മുടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നുള്ളൂ. അതെടുത്ത് നോക്കിയപ്പോ വളരെ മോശമായിരുന്നു അത് കവിതകളൊക്കെ. മറ്റേ ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകളാടുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കവിതകളില്ലേ, പൊക്രാനിലെ വസന്തകാല പറവുകളൊക്കെ. മറ്റേ കല്യാണരാമൻ സിനിമയിൽ പറയുന്നില്ലേ, മറ്റേ പൊക്രാനിലെ വസന്തകാല എന്തോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര പോരായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് അതൊക്കെ ഞാൻ എങ്ങോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ എടുത്ത് വായിച്ചപ്പോ നമുക്ക് ചിരിച്ച് ഒരു എന്താ ഭയങ്കര അത് സൂക്ഷിച്ചെടുത്ത്. ശരിക്കും എന്താ അറിയുമോ, പ്രേമിക്കുന്ന സമയത്ത് ഭയങ്കര പൈങ്കിളിയാണ് എല്ലാവരും. അല്ലാന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും അങ്ങനെയാണ്.
ആ സമയത്ത് പക്ഷെ അവർക്ക് മനസ്സിലാവില്ല ഒരു പൈങ്കിളിയാണെന്ന്. പുറത്ത് നോക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുകയും ചെയ്യും, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും നമ്മുടെ പൈങ്കിളി. പിന്നീട് നമുക്ക് പിന്നീട് നമ്മൾ ചമ്മുന്നത്. അത് ശരിയല്ലോ, സത്യം പിന്നെയല്ലേ അറിയുന്നത്. അല്ല പോട്ടെ, എന്നാലും വേണ്ട ഒരു 2 വരി. അയ്യോ ഞാൻ ഒട്ടും പാടില്ല. ഇങ്ങോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, ടോവിനോക്ക് എഴുതി കൊടുത്ത. ഞങ്ങള് ലെറ്റേഴ്സ് അപ്പൊ പിന്നെ മോള് 2 വാക്ക്. അല്ല, കവിത എഴുതുന്ന ഒരു വ്യക്തിയാണ്, കവിയത്രി എന്നൊക്കെ ഞങ്ങൾ പറയാം. വേണ്ട. ഇല്ല ഞാൻ പാടി പിന്നെ ഈ പ്രോഗ്രാം പിന്നെ അവർ വെച്ചിട്ട് പോകും. അത് വേണ്ട, എനിക്ക് പ്രോഗ്രാം വേണം. അപ്പൊ പാടുന്നില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ മോള് എന്താ ഹൗസ് വൈഫ് ആക്കാം? ജോലിക്ക് പോണമെന്നില്ല. ജോലിക്ക് ഇനി പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങൾക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചോദിച്ചു എപ്പോഴും വെറുതെ ഇരിക്കാറുണ്ടോ? എൻ്റെ അമ്മ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൻ ലോയറാണ്. പക്ഷെ അപ്പൻ കോടതിയിൽ നിന്ന് എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും നേരെ പോകുന്ന പറമ്പിലേക്കാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിയുണ്ട്. ഈ എഞ്ചിനീയറിംഗ് അപ്പം പഠിപ്പിക്കാൻ വിട്ടേ ഈ അഭിനയത്തോട് അപ്പം തെറി വിളിച്ചിട്ടേ. അത് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചാൽ, എൻ്റെ നിശ്ചയത്തിൻ്റെ അന്ന് അപ്പൻ സ്റ്റേജിൽ കയറിയിട്ടൊരു പ്രസംഗം എല്ലാവരും പറയുന്ന പോലെ പറയുന്നു. അപ്പോൾ അപ്പം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ആദ്യം ഇതുപോലെ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളും അതിനോടുള്ള അപ്പൻ്റെ റിയാക്ഷൻസിനെ പറ്റിയാണ് അപ്പം പറയുന്നത്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഇവന് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇവന് ജിമ്മിന് പോകണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇവനെ സമ്മതിച്ചില്ല. അന്ന് ഇവൻ പട്ടിണി കിടന്നും വാശി പിടിച്ചും പോയി നിർബന്ധിച്ച് അവസാനം പോയി. പക്ഷേ ജിമ്മിൽ പോയി തുടങ്ങി 1-2 വർഷം കഴിഞ്ഞപ്പോൾ അപ്പന് മനസ്സിലായി ഞാനായിരുന്നു ശരി എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ മിസ്റ്റർ തൃശ്ശൂർ കോമ്പറ്റീഷന് അന്ന് പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുക്കാനായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ കാണുന്ന അപ്പൻ 2 കയ്യിലും കവറൊക്കെ വരും, ഒരു 100 മുട്ടയും കൊണ്ടുവരാണ്. അപ്പോൾ ദിവസവും 10-20 മുട്ട 30 മുട്ടയൊക്കെ കഴിച്ചിരുന്നു ആ സമയത്ത്, മുട്ടയുടെ വെള്ളം. അപ്പോൾ ആദ്യം എതിർത്ത അപ്പൻ തന്നെ പിന്നീട് അത് സപ്പോർട്ട് ചെയ്തു. പിന്നീട് ഞാൻ പ്രേമിക്കുന്ന കാര്യത്തിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. ഇതേ അപ്പം തന്നെ ഞാൻ അഭിനയിച്ചു തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ കരയുന്ന സീനോ ഞാൻ വിഷമിക്കുന്ന സീനോ കണ്ട തിയേറ്ററിൽ കരയപ്പൻ. അല്ല, ആ എതിർത്തിരുന്ന അപ്പൻ തന്നെയാണ് ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു കല്യാണത്തിൻ്റെ സമയത്തും. അതാ നിശ്ചയത്തിൽ പറഞ്ഞതാണ്, ഞാൻ ആദ്യം ഇവനെ എതിർത്തതാണ് പ്രേമമോഹം എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പോൾ ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അനുഭവം വെച്ചിട്ട് ഇവൻ്റെ തീരുമാനം തന്നെയായിരിക്കും ശരി. ഈ ജിമ്മൊക്കെ പിടിച്ച് നിൽക്കുന്ന പിള്ളേര് അടി തുടങ്ങിയാൽ പിന്നെ അവിടെ എങ്ങും കാണുകയല്ലെന്നാ പറഞ്ഞേക്കുന്നത്. സത്യമാണ്. അത് ഞാനല്ല പറയേണ്ടത്, പിന്നെ എന്നെ പരിചയമുള്ളവരോട് ചോദിക്കും, അവർ പറഞ്ഞു തരും. ശരിക്കും ഞാൻ ചോദിക്കാം. എനിക്ക് അങ്ങനെ കാര്യം എന്താ പറയാ, നമ്മുടെ പവർ കൂടുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയിലെ ക്യാരക്ടർ കണ്ടിട്ട് ആരെങ്കിലും പിടിച്ചിട്ടുണ്ട്? ക്യാരക്ടർ കണ്ട് പേടിച്ചിട്ടൊന്നുമില്ല. എന്നോട് ദേഷ്യം തോന്നിയിട്ടുള്ളൊരു കുട്ടിയുടെ കഥ പറഞ്ഞുതരാം. ABCD കഴിഞ്ഞിട്ട് കൂതറ എന്നുള്ള സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോനായിട്ട് അഭിനയിക്കാൻ വന്ന ഒരു പയ്യനുണ്ട്, 5 വയസ്സുള്ള ഒരു പയ്യൻ. അവൻ വന്നിട്ട് ഡയറക്ടറൊക്കെ ചെയ്യുമ്പോൾ പറയാണ് ഇയാളുടെ മോനായിട്ട് ഞാൻ അഭിനയിക്കില്ല. അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ച് ഞാനാകെ ചമ്മിയിട്ട് എന്ത് പറ്റി പോലെ. അപ്പോഴാണ് അവൻ പറയുന്നത്, ABCD കണ്ടുള്ളവർക്ക് മനസ്സിലാവും, അതായത് ഞാൻ ജോൺസിൻ്റെയും കോരയുടെയും പാസ്പോർട്ട് കീറി കളഞ്ഞത്രേ. അവൻ 10 പ്രാവശ്യം ABCD കണ്ടതാണ്. അപ്പോൾ 10 പ്രാവശ്യം ABCD കണ്ട ഒരു കുട്ടി, അവൻ്റെ ഹീറോസ് ഈ ജോൺസും കോരയാണ് അതിൽ. അപ്പോൾ അതിൽ അപ്പോൾ ഞാൻ അവരുടെ പാസ്പോർട്ട് കീറി കളഞ്ഞ് അവർ അമേരിക്കയ്ക്ക് പോകാൻ സമ്മതിക്കാതിരുന്ന ആളാണ്. അതുകൊണ്ട് ഇവനോട് ഭയങ്കര ദേഷ്യം, എൻ്റെ മോനായിട്ട് അഭിനയിക്കില്ലാണ്. അവസാനം ഈ പറയുന്ന ദുൽഖർ സൽമാനെയും ജേക്കബ് ഗ്രിഗറിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ഗ്രിഗറിനെ കൊണ്ട് ഫോണിലൊക്കെ സംസാരിപ്പിച്ച് എന്നിട്ടാണ് അവൻ നോക്കെ ഞാൻ അഭിനയിച്ചേക്കാം, ചെറിയ പയ്യനായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു.